നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പരസ്പര സ്നേഹവും കരുതലും സന്തോഷവുമൊക്കെ ഒരുമയുടെ അടിസ്ഥാന ഘടകങ്ങളാണ്. അത് വൈവിധ്യങ്ങളെപ്പോലും ഒരുമിപ്പിക്കും, ഏത് അസൗകര്യങ്ങളെയും സൗകര്യവുമാക്കും. നമ്മുടെയൊക്കെ വ്യത്യസ്തതയുടെ നടുവിലുള്ള ഒരുമയാണ് ജീവിതത്തെ ധന്യതയിലേക്ക് നയിക്കുന്നത്. മൂല്യവത്തായ കാര്യത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച് ഏഷ്യാനെറ്റിലെ സിനിമാല എന്ന പ്രോഗ്രാമിന്റെ അമരക്കാരിയായി ഒരുപറ്റം നല്ല കലാകാരന്മാരെ മലയാളികൾക്ക് സമ്മാനിച്ച കരുത്തുറ്റ വനിതയായ ഡയാന സിൽവസ്റ്റർ ത്യാഗോജ്വലമായ ജീവിത വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. മലയാളത്തിലെ ആദ്യത്തെ സ്വകാര്യ ചാനലാണല്ലോ ഏഷ്യാനെറ്റ്. സ്വകാര്യ ചാനൽ എന്ന ആശയം തന്നെ ആദ്യം ഉത്ഭവിച്ചത് പി ഭാസ്കരൻ മാസ്റ്ററുടെ മരുമകനായ ശശികുമാറിൽ നിന്നാണ്. തന്റെ ആശയം നടപ്പാക്കാൻ കൂട്ടുപിടിച്ചത് പ്രസിദ്ധ എഴുത്തുകാരനായ സക്രിയയെയും. മദ്രാസ് കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നത്. ഇവർക്ക് വലിയ ബന്ധമില്ലാത്ത സിനിമയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തെരഞ്ഞെടുത്തത് എന്നെയായിരുന്നു. ഏഷ്യാനെറ്റിന്റെ മദ്രാസ് ഓഫീസിൽ ഞാൻ ആദ്യമായി ചെല്ലുമ്പോഴാണ് ഡയാനയെ അവിടെ വെച്ച് കാണുന്നത്. ഏഷ്യാനെറ്റിന്റെ ആദ്യ ഷൂട്ടിംഗ് ആരംഭിക്കുമ്പോൾ അവതാരകയായി ഡയാനയും അവതാരകനായി ഞാനും. അതായിരുന്നു ആദ്യ തുടക്കം. പിന്നീട് ശശികുമാർ സാർ എന്നോട് പറഞ്ഞു കുറച്ച് സിനിമാക്കാരുടെ ഇന്റർവ്യൂ എടുക്കണമെന്ന്. ഞാൻ പറഞ്ഞു തുടക്കം മോഹൻലാൽ ആകട്ടെ എന്ന്. ഞാൻ അതിലേക്കായി മോഹൻലാലിനെ പോയി കാണുന്നു. മോഹൻലാലിനോട് പറയുന്നു മലയാളത്തിൽ ഒരു പ്രൈവറ്റ് ചാനൽ വരുന്നു, അതിലേക്കായി മോഹൻലാലിന്റെ ഒരു ഇന്റർവ്യൂ വേണമെന്ന്. അത് കേട്ട ലാൽ പെട്ടെന്ന് പറയുന്നു അണ്ണാ ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്, ഇതൊക്കെ എവിടെ നടക്കാനാണ് എന്നായിരുന്നു. എന്നാൽ ഞാൻ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശശികുമാറിനെയും സക്രിയയെയും പറ്റി പറഞ്ഞപ്പോൾ ലാൽ വരാമെന്നേറ്റു. മദ്രാസിലെ പ്രസാദ് സ്റ്റുഡിയോയിൽ സെറ്റിട്ടാണ് ആ ഇന്റർവ്യൂ ഷൂട്ട് ചെയ്തത്. പ്രശസ്ത ക്യാമറാമാൻ മധു അമ്പാട്ടാണ് അതിന്റെ ക്യാമറ ചലിപ്പിച്ചത്. ഏഷ്യാനെറ്റിലെ ആദ്യത്തെ ഫീമെയിൽ ആങ്കർ ഡയാനയും ആദ്യത്തെ മെയിൽ ആങ്കർ ഞാനുമാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ അവിശ്വസനീയമായി തോന്നിയേക്കാം. എന്നാൽ സത്യം അതാണ്. ശശികുമാർ സാറുമായിട്ടുള്ള അടുപ്പം മനസ്സിലാക്കിയ പ്രിയദർശൻ എന്നോട് പറയുന്നു വിവാഹം കഴിഞ്ഞ് ലിസി വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണ്, അവൾക്ക് ഏഷ്യാനെറ്റിൽ ഒരു ജോലി അഷ്റഫ് ശരിയാക്കി കൊടുക്കണമെന്ന്. അങ്ങനെ എന്റെ ശുപാർശയിൽ ലിസി ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്യുന്നു. ആദ്യ കുട്ടിയെ ഗർഭം ധരിക്കുന്നത് വരെ ലിസി അവിടെ ജോലി തുടരുകയും ചെയ്തിരുന്നു. ലിസിയുമായി ഒന്നിച്ച് ജോലി ചെയ്തിട്ടുള്ള നല്ല ദിനങ്ങളിലെ ഓർമ്മകളെ കുറിച്ച് ഡയാന ഇന്നും അനുസ്മരിക്കാറുണ്ട്. കൂട്ടുകാരിയായ ലിസി ജോലി ഉപേക്ഷിച്ച് പോയെങ്കിലും ഡയാന ജീവിതകാലം മുഴുവനും ഏഷ്യാനെറ്റിന് സമർപ്പിച്ച് തന്റെ ദൗത്യം പൂർത്തിയാക്കിയാണ് അവിടെ നിന്നും പടിയിറങ്ങിയത്. ഒരു ഡ്രമ്മർ കൂടിയായ ഈ MA-കാരിക്ക് കലാപ്രവർത്തനത്തിന് പ്രചോദനമായത് തന്റെ പിതാവിൽ നിന്നുമാണെന്ന് അവർ പറയുന്നു. ഒരു എഞ്ചിനീയറും നാടക നടനുമായ സിൽവസ്റ്റർ അദ്ദേഹത്തിന്റെ നാടകങ്ങളുടെ റിഹേഴ്സലുകളെല്ലാം വീട്ടിൽ വെച്ചായിരുന്നു അരങ്ങേറിയത്. കലയോടുള്ള താല്പര്യവും അഭിനയത്തിന്റെ ടൈമിങ്ങും ഒക്കെ അവിടെ നിന്നാണ് പഠിച്ചതെന്ന് ഡയാന പറയുന്നു. അങ്ങനെ ഒരു സാധാരണ പെൺകുട്ടി തന്റെ കഠിനാധ്വാനത്തിലൂടെയും അർപ്പണ മനോഭാവത്തിലൂടെയും നേടിയെടുത്തത് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ തന്റെ പേരും കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ്. സിനിമാല എന്ന കോമഡി പ്രോഗ്രാം ഇന്ത്യയിലെ ആദ്യത്തെ ലോങ്സ്റ്റ് റണ്ണിംഗ് പ്രോഗ്രാം 1000 എപ്പിസോഡുകൾ തികച്ചു. നീണ്ട 20 വർഷം തുടർച്ചയായി പ്രദർശിപ്പിച്ച കോമഡി ഷോ. ആ പ്രോഗ്രാം രൂപപ്പെടുത്തിയെടുത്ത ആളായിരുന്നു ഡയാന. ആ പ്രോഗ്രാമിന്റെ വിജയം ഡയാനയ്ക്ക് മാത്രം സ്വന്തം. സിനിമാലയുടെ ആദ്യ എപ്പിസോഡിൽ രംഗത്ത് വന്നതും ഒരു വനിതയാണെന്ന് ഡയാന ഓർക്കുന്നു. ബഡായി ബംഗ്ലാവിലെ അമ്മായിയായി വരുന്ന പ്രസീത. അവർ ഐശ്വര്യമായി തുടക്കം കുറിച്ചതാണ് പിന്നീട് ചരിത്രമായി മാറിയത്. അങ്ങനെ 2 പെൺമനസ്സുകൾ തുടക്കം കുറിച്ച പ്രോഗ്രാമാണ് പിന്നീട് വന്ന കോമഡി ഷോകൾക്കെല്ലാം പ്രചോദനമായത്. ഡയാന സിനിമാലയിലൂടെ കേരളത്തിലെ എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ വലിയ രീതിയിലുള്ള പ്രേക്ഷക പിന്തുണയും അംഗീകാരവും കിട്ടിയിട്ടുമുണ്ട്. 20 വർഷത്തിനിടെ 180ഓളം അവാർഡുകളാണ് സിനിമാല കരസ്ഥമാക്കിയിട്ടുള്ളത്. അതൊരു ചില്ലറ കാര്യമല്ലല്ലോ. കെ കരുണാകരനും VS അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ഒക്കെ സിനിമാലയിൽ കഥാപാത്രങ്ങളായി വന്ന് നിറഞ്ഞാടാറുണ്ട്. ഡയാന പറയുന്നു കെ കരുണാകരന്റെ മകൾ പത്മജ പറഞ്ഞു അച്ഛൻ സിനിമാല മുടങ്ങാതെ കാണുന്ന ആളാണെന്ന്. ഹാസ്യാത്മകമായി തന്നെ അനുകരിക്കുന്ന പ്രതിരൂപം കണ്ട് ഒത്തിരി ചിരിക്കാറുമുണ്ടെന്ന്. ഒരാഴ്ച അച്ഛനെ അതിൽ കണ്ടില്ലെങ്കിൽ അച്ഛനൊരു തൃപ്തിക്കുറവ് പോലെ തോന്നാറുമുണ്ടായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ലീഡർക്ക് ആ ഷോ. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ അതികഠിനമായിട്ടാണ് സിനിമാലയിലൂടെ വലിച്ചു കീറുന്നത്. എന്നിട്ട്
എന്നിട്ടും അവർക്കാർക്കും ഒരു പരാതിയുമില്ല. ഒരിക്കൽ തമിഴ് മിമിക്രി ആർട്ടിസ്റ്റും നടനുമായ ചിന്ന ജയന്ത് എന്നോട് പറഞ്ഞു, സാർ ഇതേപോലെ ഇങ്ങനെ രൂപം വെച്ച് തമിഴ്നാട്ടിൽ രാഷ്ട്രീയക്കാരെ കാണിച്ചാൽ ഞങ്ങളുടെ വീടൊക്കെ തീ വെച്ച് ചാരമാക്കുമെന്ന്. കേരള മക്കളെ സമ്മതിച്ചു കൊടുക്കണം. സിനിമാലയിൽ തുടക്കത്തിൽ അന്ന് കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകളെ കുറിച്ച് ഡയാനയ്ക്ക് നല്ലതേ പറയാനുള്ളൂ. രമേശ് കുറുമാശ്ശേരിയെ വെച്ച് 300 എപ്പിസോഡുകൾ കൊണ്ടുപോയി. ഷിയാസിനെ ഒരിക്കലും മറക്കാനാവില്ല. പിന്നീട് ഹരിശ്രീ മാർട്ടിൻ, സാജു കൊടിയൻ, രഘു കളമശ്ശേരി, ജയരാജ് സെഞ്ചുറി, ജോഷി, വിനോദ്, സുബി, തസ്നി ഖാൻ, ഇവരെ ഒന്നും വിസ്മരിക്കാനാവില്ല. സുബി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഞാൻ ഇവിടെ സുബിയായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ക്രെഡിറ്റും ഡയാന ചേച്ചിക്ക് മാത്രമാണുള്ളതെന്ന്. എന്നെ ഞാനാക്കിയത് സിനിമാല എന്ന പരിപാടിയാണ്. ഡാൻസ് ചെയ്യാൻ വന്ന സുബിയുടെ ബോഡി ലാംഗ്വേജ് കണ്ട് അവർക്ക് കോമഡി വഴങ്ങുമെന്ന് ഡയാന വിധി എഴുതി. സുബിക്ക് പോലും അന്നത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതേപോലെ തന്നെ സീരിയലിൽ നിന്നും കണ്ടെടുത്ത ഒരു ആർട്ടിസ്റ്റായിരുന്നു ബഡായി ബംഗ്ലാവിലെ ആര്യ. സീരിയൽ അഭിനയത്തിൽ നിന്നും ശ്രദ്ധിക്കപ്പെടുന്ന കോമഡി വേഷങ്ങൾ നൽകി അവരെ രക്ഷപ്പെടുത്തി. ദിലീപിനും സെലിം കുമാറിനും പിഷാരടിക്കും ധർമ്മജനുമൊക്കെ സിനിമയിലേക്കുള്ള പാത വെട്ടിത്തെളിച്ചു കൊടുത്തതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഡയാനയുടെ സിനിമാലയാണെന്ന് നിസ്സംശയം പറയാം. അതുപോലെ തന്നെ അന്ന് ബിഗ് സ്ക്രീനിൽ നിന്ന് വന്നവരുമുണ്ട്. മമ്മൂക്കോയായും കൃഷ്ണൻകുട്ടി നായരും ജഗന്നാഥനും കൽപ്പനയും എത്തിയപ്പോൾ ഈ പരിപാടിയുടെ ജനപിന്തുണ കണ്ട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വന്നവരായിരുന്നു ശങ്കരാടിച്ചേട്ടനും ഉഷാ ഉതുപ്പും. അതിൽ ഉഷാ ഉതുപ്പുമായിട്ടുള്ള ആ സ്നേഹബന്ധം അന്ന് തുടങ്ങിയതുപോലെ തന്നെ ഇന്നും തുടരുന്നു. അവരുടെ 666ാമത്തെ എപ്പിസോഡ് താൻ ഒരിക്കലും മറക്കില്ല എന്ന് ഡയാന പറയുന്നു. അതുപോലെ സിനിമാല മുടങ്ങാതെ കണ്ട് ഡയാനയെ സ്ഥിരം വിളിക്കുന്ന ഒരാളുണ്ടായിരുന്നു, തിക്കൃഷിയേട്ടൻ. മമ്മൂട്ടി ഡയാനയെ കാണുമ്പോഴൊക്കെ തമാശ രൂപേണ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഇന്ദിരാഗാന്ധിക്ക് ശേഷം വന്ന ധീരവനിത. എപ്പോൾ കണ്ടാലും ഈ തമാശയിലായിരിക്കും ആദ്യ തുടക്കം. ഓരോ ആഴ്ച കഴിയുമ്പോഴും സിനിമാല ഹിറ്റിൽ നിന്ന് ഹിറ്റിലേക്ക് കുതിച്ചു. ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ ടോപ്പ് റേറ്റഡ് പ്രോഗ്രാം ആയിരുന്നു സിനിമാല. സിനിമാലയ്ക്ക് ശേഷം ഡയാനയ്ക്ക് അംഗീകാരവും അഭിനന്ദനവും നേടിക്കൊടുത്ത പ്രോഗ്രാമാണ് ബഡായി ബംഗ്ലാവ്. ബഡായി ബംഗ്ലാവും മലയാളികൾക്ക് വേറിട്ടൊരു അനുഭൂതിയും സൃഷ്ടിച്ച പരിപാടിയായിരുന്നു. ആ സൃഷ്ടിയുടെ പിന്നിലും പ്രവർത്തിച്ചിരുന്നത് ഡയാന എന്ന കരുത്തുറ്റ വനിതയായിരുന്നു. കോമഡി മാത്രമല്ല ഡയാനയ്ക്ക് വഴങ്ങുന്നത്. ഗൗരവമേറിയ വിഷയങ്ങളിലും തന്റേതായ സംഭാവനകൾ നൽകി കഴിവ് തെളിയിച്ച കരുത്തുറ്റ വനിതയാണ് ഡയാന. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഡയാനയുടെ ISRO ചാരക്കേസ് അന്വേഷണം. ആദ്യമായി ഒരു ഡോക്യുമെന്ററിയിലൂടെ ഇത് കെട്ടിച്ചമച്ച കഥയാണെന്നും നമ്പിനാരായണൻ നിരപരാധിയാണെന്നും ആദ്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഈ പെൺകരുത്ത് തന്നെയാണ്. ആ കേസ് അന്വേഷണത്തിനായി ഡയാന ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. മറിയം റഷീദിനെയും മറ്റും ജയിലിൽ പോയി കണ്ട് വിവരങ്ങൾ ശേഖരിച്ചത് അവരിന്നും ഓർക്കുന്നു. ആ ഡോക്യുമെന്ററിയുടെ പേരാണ് ചാരക്കഥയിലെ ജീവിക്കുന്ന രക്തസാക്ഷികൾ. അതിന് ആ ഡോക്യുമെന്ററിക്ക് ധാരാളം പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായി. ഇതൊക്കെ ഡയാനയുടെ ജീവിതത്തിലെ ഏതാനും ചില ഏടുകൾ മാത്രം. പറഞ്ഞതിനേക്കാൾ ഏറെയുണ്ട് അവരെ കുറിച്ച് അറിയുവാനും മനസ്സിലാക്കുവാനും. ഇതൊക്കെ പറയുമ്പോഴും അവർക്കുമുണ്ടായിട്ടുണ്ട് നന്ദികേടിന്റെ നൊമ്പരപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ. അത് താൻ കൈപിടിച്ച് കരകയറ്റിയവരിൽ നിന്നുണ്ടായതാണെന്ന് ഓർക്കുമ്പോൾ വേദന സഹിക്കാവുന്നതിനും അപ്പുറമാണ്. ആ വന്ന വഴി മറക്കുന്നവരിൽ നിന്നുണ്ടായിട്ടുള്ള വേദന സിനിമാലയിൽ നിന്നും മാത്രമല്ല ബഡായി ബംഗ്ലാവിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ തന്നെ കൂടുതൽ വേദനിപ്പിച്ചത് ഒന്നുമല്ലാതിരുന്ന ഒരുവനെ സിനിമാലയിലൂടെ ഒരു വഴി തുറന്നുകൊടുത്ത് അത്യുന്നതങ്ങളിൽ എത്തിച്ച് അവിടുന്ന് ബിഗ് സ്ക്രീനിൽ കയറി തിളങ്ങി നിൽക്കുന്ന സമയത്ത് തന്റെ ഒരു ഷൂട്ടിങ്ങിന് വരാമെന്ന് ഏറ്റിട്ട് വരാതിരിക്കുകയും നിരവധി പ്രാവശ്യം ഫോൺ ചെയ്തിട്ട് എടുക്കാതിരിക്കുകയും ചെയ്തപ്പോൾ പ്രയാസം തോന്നിയെങ്കിലും പിന്നീടത് ഞാനത് വലിയ കാര്യമാക്കിയില്ല. എന്നാൽ അതിനെ സംബന്ധിച്ച് അയാളിൽ നിന്നും ഒരു കമന്റ് വരുന്നു മറ്റൊരാൾ വശം. ആ ചേച്ചിയുടെ വിചാരം ഞാൻ ഇപ്പോഴും സിനിമാലയിൽ കടന്നു വന്നപ്പോഴുള്ള ആളായിരിക്കുമെന്നാണ്. ഇന്ന് ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഈ വാക്കുകൾ ഒരു കടുത്ത പ്രഹരമായിരുന്നു. ഡയാന ഒരിക്കലും അയാളിൽ നിന്ന് ആ വാക്കുകൾ പ്രതീക്ഷിച്ചില്ല. ഈ അഹങ്കാരങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കണം അയാൾ ഇപ്പോൾ സിനിമയിൽ വട്ടപൂജ്യമാണ്. നാക്കെടുത്താൽ വിവരക്കേടും അസ്ഥാനത്തുള്ള പൊട്ടിക്കരച്ചിലും ഇയാളുടെ ഒരു വീക്ക്നെസ് ആണ്. എനിക്കിവിടെ പറയാനുള്ളത് ഇതൊന്നും ഡയാന വലിയ കാര്യമാക്കേണ്ടതേയില്ല. ഡയാനയ്ക്ക് ഇനിയും സമൂഹത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പലതും ചെയ്യാൻ കഴിയും. കർമ്മം ചെയ്യുകയാണ് നമ്മുടെ ലക്ഷ്യം. കർമ്മഫലം തീർച്ചയായും ലഭിക്കും. ഓർത്ത് സങ്കടപ്പെടാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ ഓർത്തോർത്ത് പുഞ്ചിരിക്കാനും
സന്തോഷിക്കാനും ചില കാര്യങ്ങളും ഉണ്ടാകും. അതിലെന്ത് തെരഞ്ഞെടുക്കണമെന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ആ തീരുമാനം പുഞ്ചിരിയുടേതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.